ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് റോഡുകളിൽ പൊളിഞ്ഞു പോകുന്ന ജീവിതങ്ങളെ കുറിച്ചാണ്. ടിവിയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കാണുന്നത് മരണക്കെണിയൊരുക്കുന്ന റോഡുകളെ കുറിച്ചുള്ള വാർത്തകളാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ നമ്മുടെ റോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. പഠനം, ജോലി, കച്ചവടം, അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായി നമ്മൾ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. എന്നിട്ടും എന്തേ ഈ റോഡുകൾ ഇങ്ങനെ? മഴക്കാലം കഴിഞ്ഞാൽ റീടാറിങ്ങും അറ്റകുറ്റപ്പണികളും തുടങ്ങുകയായി. മഴ പെയ്തു കഴിഞ്ഞാലോ വീണ്ടും റോഡ് പഴയപടിയായി. റോഡിന്റെ ഘടനയാണ് യഥാർത്ഥ പ്രശ്നം. ചെരിഞ്ഞ പ്രതലത്തോടു കൂടിയ റോഡുകളാണ് വേണ്ടത്. മധ്യത്തിൽ അല്പം ഉയർന്ന, ഇരുവശത്തേക്കും ചെരിഞ്ഞ ഘടനയോട് കൂടിയ റോഡ്. രണ്ടു വശത്തും മണ്ണിനോട് ചേർന്ന് നിൽക്കണം. മഴ പെയ്യുമ്പോൾ റോഡിൽ നിന്ന് വെള്ളം വശങ്ങളിലേക്ക് ഒലിച്ചിറങ്ങണം. റോഡിന്റെ ഇരുവശത്തും ഡ്രെയിനേജ് വേണം. റോഡിൽ വെള്ളം തങ്ങി നിൽക്കാതെ ഡ്രെയിനേജിലേക്ക് ഇറങ്ങണം. ഇങ്ങനെയാകുമ്പോൾ മഴ കൊണ്ട് റോഡ് തകരില്ല. റോഡിന്റെ പൊങ്ങി നിൽക്കുന്ന ഇരുവശങ്ങളും അപകടത്തിന് കാരണമായേക്കാം. ഉയർന്നു നിൽക്കുന്ന അരികുകൾ കാരണം ഇരുചക്ര വാഹനങ്ങൾ വീണുപോയേക്കാം. മറ്റു വാഹനങ്ങളുടെ അടിവശം റോഡിൽ ഉരഞ്ഞേക്കാം. ഡ്രൈവർമാർക്ക് വാഹനം നിയന്ത്രിക്കാൻ പ്രയാസം വന്നേക്കാം. പണ്ട് ഡ്രെയിനേജുകൾ ഉണ്ടായിരുന്നു, ഇപ്പോ അത് കാണാതായി. അതിന് പല കാരണങ്ങളുണ്ടാകും. ഡ്രെയിനേജുകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യണം, അത് വൃത്തിയാക്കണം. വെള്ളം ഒഴുകാത്ത അവസ്ഥ ഉണ്ടാവരുത്. നിശ്ചിത കാലയളവിനുള്ളിൽ റോഡ് തകർന്നാൽ അത് ശരിയാക്കാനുള്ള ഉത്തരവാദിത്വം കോൺട്രാക്ടർമാരുടെ, അതുപോലെ കമ്പനികളുടെ ചുമതലയിലായിരിക്കണം. അതുമാത്രമല്ല, കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ എഞ്ചിനീയർമാർ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽ അടിയന്തര പ്രാധാന്യമുള്ള കർശന നടപടികൾ സ്വീകരിക്കുകയും വേണം. കോടികൾ റോഡുകൾക്കായി നീക്കിവെക്കുമ്പോൾ, പണി പൂർത്തിയായ റോഡുകൾ മാസങ്ങൾക്കുള്ളിൽ പൊട്ടിപ്പൊളിയുമ്പോൾ നഷ്ടമാകുന്ന ജീവനുകൾ, അനാഥമാകുന്ന കുടുംബങ്ങൾ. റോഡിന്റെ പണി നടക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം. എന്തിനോ വേണ്ടി, പാസ്സായ ഫണ്ടിന് വേണ്ടി നടക്കുന്ന ഒരു വർക്കായി മാറരുത്. ഓരോ റോഡിന്റെയും പണി നടക്കുമ്പോൾ നിങ്ങൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇന്ധനം നിറയ്ക്കുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കൊടുക്കുന്ന നികുതി പണം, പിന്നീട് പലതരത്തിൽ നമ്മൾ കൊടുക്കുന്ന നികുതി പണം. സാധാരണക്കാരൻ ഒരു മിഠായി വാങ്ങുമ്പോൾ പോലും അതിൽ നികുതിയുണ്ട്. ഡയറക്റ്റായും ഇൻഡയറക്റ്റായും നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വാങ്ങുന്ന നികുതി പണം എവിടേക്കെങ്കിലും വലിച്ചറിയാതെ കൃത്യമായ ആസൂത്രണത്തോടെ കാര്യങ്ങൾ ചെയ്താൽ ഇതിനുള്ള പരിഹാരമായി. ഈ റോഡുകൾ നമ്മുടെ ജീവനെടുക്കില്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇതാണ്. ഉപരിതല ഗതാഗതം അത് കൃത്യമായി നടപ്പിലാക്കാൻ അവർക്ക് കഴിയണം. നമ്മുടെ ജീവനുകൾ എടുക്കാതെ നമുക്ക് സുഖമായി സഞ്ചരിക്കാൻ ഈ റോഡുകൾ വഴി കഴിഞ്ഞാൽ നമ്മുടെ ഈ സമൂഹത്തിന്റെ ജീവിതം സുഗമമാവും. അതുമാത്രമല്ല, ഈ സമൂഹം വളരുകയും ചെയ്യും. ശരിയല്ലേ?